ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. QR കോഡ് സ്കാമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. 2021 ഒരു വാർത്ത വന്നിരുന്നു. ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളിന്റെ മകൾക്ക് QR കോഡ് സ്കാമിലൂടെ ഏകദേശം ഒരു 34,000 രൂപ നഷ്ടമായി എന്ന്. ആ ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ മകള് OLX ഒരു പഴയ സോഫ വിൽക്കാനായിട്ട് ഇട്ടു. അപ്പോൾ ഒരു ബയർ കോൺടാക്ട് ചെയ്തു, ഡീലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, അഡ്വാൻസ് ആയിട്ട് ചെറിയൊരു എമൗണ്ട് ഇട്ട് കൊടുത്തു, അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്തു. അതിനുശേഷം ബാക്കി എമൗണ്ട് നൽകാനായിട്ട് ഒരു QR കോഡ് അയച്ചു കൊടുത്തു. എന്നിട്ട് QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാലൻസ് നൽകാനുള്ള കറക്റ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയൊന്നുമില്ല, UPI പിൻ എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു. UPI പിൻ എൻ്റർ ചെയ്തു, അക്കൗണ്ടിൽ നിന്നും പണം അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഈ രീതിയിലാണ് തട്ടിപ്പ് നടന്നത്. 2017 മുതൽ 2023 വരെ ബാംഗ്ലൂരിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകൾ ഏകദേശം 20,000-ന് മുകളിലാണ്. ഈ ടോട്ടൽ കംപ്ലയിൻറ്റിൽ ഏകദേശം 41% QR കോഡ് സ്കാമിൻ്റെ പേരിലാണ്. മുൻപ് QR കോഡ് സ്കാം നടന്നിരുന്നത് ഇപ്പോൾ ഷോപ്പിലൊക്കെ QR കോഡ് ഉണ്ടാകും, അതിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ സ്വന്തം QR കോഡൊക്കെ ഒട്ടിച്ചു വെച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. എന്നാൽ സൗണ്ട് ബോക്സുകളുടെയൊക്കെ വരവോടുകൂടി അതൊക്കെ ഓൾമോസ്റ്റ് ഇല്ലതായി. കാരണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരത്ത് സൗണ്ട് ബോക്സിൽ അതിൻ്റെ കൺഫർമേഷൻ കിട്ടും. മർച്ചൻ്റ് ആ ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. വന്നില്ല, ആ ഒരു കൺഫർമേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും, പൈസ വന്നില്ലല്ലോ, ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ആവശ്യപ്പെടും. എന്നാൽ മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്തിരുന്നില്ല. ജസ്റ്റ് നമ്മൾ പേ ചെയ്യും, നമ്മളുടെ ഫോണിൽ പെയ്ഡ് എന്ന് കാണിക്കും, അത് വെച്ചാണ് മർച്ചൻ്റ് അത് കൺഫേം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ പേഴ്സണൽ QR കോഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തട്ടിപ്പുകളൊക്കെ നടന്നിരുന്നു. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ സൗണ്ട് ബോക്സ് വന്നതോടുകൂടി അത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ കുറഞ്ഞു. പിന്നെ ഇപ്പോൾ നടക്കുന്ന മറ്റൊരു പുതിയ QR കോഡ് ബേസ്ഡ് തട്ടിപ്പാണ് ഇത്തരത്തിൽ OLX ഒക്കെ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ OLX-ലേക്ക് എന്തെങ്കിലും സെല്ല് ചെയ്യാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വാങ്ങാനായിട്ട് ബയർ എന്ന രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ഡീലും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കും. അതിനുശേഷം ചെറിയൊരു എമൗണ്ട് നമുക്ക് അയച്ചു തന്ന അഡ്വാൻസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ടോക്കൺ എമൗണ്ട് എന്ന രീതിയിൽ ചെറിയ എമൗണ്ട് അയച്ചു തരും. അപ്പോൾ നമുക്ക് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആകും, ആൾ വാങ്ങാൻ ഓക്കെ ആയി, നമുക്കിപ്പോൾ ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് ഒക്കെ തന്നല്ലോ. അതിനുശേഷമാണ് അവരവരുടെ തട്ടിപ്പ് രീതി പുറത്തെടുക്കുന്നത്. ഒന്നുകിൽ നമുക്കൊരു QR കോഡ് അയച്ചു തരും, എന്നിട്ട് അത് സ്കാൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഇല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ റിക്വസ്റ്റ് വരുമ്പോൾ ഇല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി തരാനുള്ള കറക്റ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് UPI പിൻ എൻ്റർ ചെയ്യാനുള്ള വിൻഡോ ആയിരിക്കും വരുന്നത്. പെട്ടെന്ന് നമുക്കിപ്പോൾ അവബോധം ഉണ്ടായിരിക്കാം, നമുക്കിപ്പോൾ ഒരാൾക്ക് പണം അങ്ങോട്ട് അയക്കാനാണ് UPI പിൻ എൻ്റർ ചെയ്യേണ്ടത്, സ്വീകരിക്കാനായിട്ട് UPI പിൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നു, നമ്മൾ പണം ഇങ്ങോട്ട് വരാനല്ലേ എന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ UPI പിൻ അങ്ങ് എൻ്റർ ചെയ്യും. നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. അങ്ങനെ UPI പിൻ എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം അങ്ങോട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഇപ്പോൾ നടന്നു വരുന്ന QR കോഡ് സ്കാം. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരാൾക്ക് അങ്ങോട്ട് പണം അയക്കാനാണ് UPI പിൻ എൻ്റർ ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങോട്ട് പണം സ്വീകരിക്കാനായിട്ട് ഒരിക്കലും UPI പിൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പണം റിസീവ് ചെയ്യാനായിട്ടാണ് QR കോഡ് ഉപയോഗിക്കുന്നത്. സോ പണം ആരാണോ അയക്കുന്നത് അവരാണ് QR കോഡ് സ്കാൻ ചെയ്ത് അവരുടെ UPI പിൻ എൻ്റർ ചെയ്യേണ്ടത്, അല്ലാതെ ഇപ്പോൾ പണം സ്വീകരിക്കേണ്ട ആളല്ല QR കോഡ് സ്കാൻ ചെയ്ത് UPI പിൻ എൻ്റർ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സേഫ്റ്റി മെഷേഴ്സ് ഈ രീതിയിൽ UPI പിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും മുമ്പ് അതിൻ്റെ, ഇപ്പോൾ നമുക്കറിയാം ഗൂഗിൾ പേയിലാണെങ്കിലും ഫോൺ പേയിലൊക്കെ ആണെങ്കിലും നമ്മൾ UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ബാങ്കിങ് നെയിം അവിടെ കാണിക്കും. അപ്പോൾ ബാങ്കിങ് നെയിം ചോദിച്ച് കൺഫേം ചെയ്യുക, ഇത് തന്നെയാണോ ആളെന്ന് ചോദിച്ച് കൺഫേം ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിലൊന്ന് കൺഫേം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ വലിയ വലിയ തുകകളൊക്കെയാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ചെറിയൊരു എമൗണ്ട് അയച്ചത് അക്കൗണ്ടിൽ കയറിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം ബാക്കി എമൗണ്ടൊക്കെ അയക്കുക. പിന്നെ UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ കുറേ അധികം തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ പുതിയതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം മാത്രം ഉപയോഗിക്കുക, അല്ലാതെ ഓഫറൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ കേട്ടിട്ട് കൂടിയില്ലാത്ത തേർഡ് പാർട്ടി ആപ്പുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ ബാങ്കിൻ്റെ സ്വന്തം ആപ്പ് തന്നെ ഉപയോഗിക്കുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ബാങ്കിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അപരിചിതമായിട്ടുള്ള നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് പേയ്മെൻറ്റ് റിക്വസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ആ നമ്പർ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുക. സൂക്ഷിച്ച് മാത്രം ഡിജിറ്റലായിട്ട് പണമിടപാടുകൾ നടത്തുക. നമ്മൾ ഒരു മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണം നഷ്ടമാകുന്നത് ഒഴിവാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പണം പോയി കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണം നഷ്ടമായി കഴിഞ്ഞാൽ അത് തിരികെ നേടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി